പ്രിയപ്പെട്ടവരെ, നമ്മൾ വാഴത്തോട്ടത്തിലുള്ളത്. നമുക്ക് മഴക്കാലമൊക്കെ വന്ന് കാറ്റും ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാറ്റൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഴയ്ക്ക് കുത്തും കാര്യങ്ങളും അതുപോലെ മണ്ണൊക്കെ കയറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളെ വാഴയ്ക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് ഇവിടെയുള്ള ഈ ഒരു സെക്ഷനിൽ ഏകദേശം ഒരു 15-16 വാഴയാണുള്ളത്. തൊട്ടപ്പുറത്ത് ഒരു 5-6 വാഴ വേറെ ഉണ്ട്. അത്രയേ ഉള്ളൂ, വലിയ തോട്ടമൊന്നുമില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ ഇങ്ങനെ പരിപാലിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണം. തൽക്കാലത്തേക്ക് ചെറിയൊരു 2 കൊള്ളി എടുത്തിട്ട് ഇങ്ങനെ കുത്തു കൊടുത്തണം. അത് നമുക്ക് മാറ്റിയിട്ട് നല്ല കുത്തു കൊടുക്കണം. കാരണം ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് രാവിലെ വന്നപ്പോൾ പെട്ടെന്ന് നോക്കിയിട്ട് തൽക്കാലം ഇങ്ങനെ വെച്ചുകൊണ്ട് ജോലിക്ക് പോയതായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും കംപ്ലീറ്റ് വാഴക്കും കുത്തും അതുപോലെ മണ്ണൊക്കെ കയറ്റി റെഡിയാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയാണ്. എന്തായാലും മഴയും നല്ല കാറ്റൊക്കെ ആണല്ലോ. അതുപോലെ പറ്റുന്നവരൊക്കെ വാഴയ്ക്ക് എന്ത് ചെയ്യുക, വാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ തടത്തേക്ക് ആ ഒരു മരട്ടേക്ക് മണ്ണിങ്ങനെ കയറ്റി കൊടുക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കുഴി പോലെയല്ല, അപ്പോൾ മണ്ണിങ്ങനെ കയറ്റിയിട്ട് തറ പോലെ ആക്കി വെക്കുന്നത് നല്ലതാവും. മഴക്കാലത്ത് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് വാഴ നിൽക്കാൻ നല്ലതാവും. കാരണം കാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ വാഴ നടുമുറിയും. അപ്പോൾ നല്ല നീളമുള്ള വാഴയാണെങ്കിൽ എന്തായാലും കുത്ത് നിർബന്ധമാണ്. നീളമില്ലാത്ത റോബസ്റ്റൊക്കെ ആണെങ്കിൽ അടി സ്ട്രോങ് ആണെങ്കിൽ കുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ കൊല നല്ല സ്ട്രോങ് കൊല വരികയാണെങ്കിൽ മാത്രം കുത്തി കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ ഈ വാഴ കൊലക്കാനായി വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ മണ്ണ് കൂടുതലില്ല തടത്തിൽ, കുറച്ച് താഴ്ചയിലുള്ളത്. അപ്പോൾ സൈഡിൽ കുറച്ച് മണ്ണ് കയറ്റി കൊടുക്കണം. പിന്നെ ഇവിടെ ഇത് ടിഷ്യൂ കൾച്ചർ വാഴ വെച്ചതായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ല, മണ്ണില്ലാത്തതുകൊണ്ട് വീണിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കൊള്ളി കുത്തി വെച്ചാണ്. അപ്പോൾ അത് കയറ്റിയിട്ട് ഉണ്ടോ, ഇവിടെ നമുക്ക് വേരിങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നല്ല അങ്ങോട്ട് നിർത്തിയിട്ട് നല്ല മണ്ണ് ഇട്ടിട്ട് അമർത്തി കൊടുക്കണം. എന്നാലാണ് ആ വാഴ പിടിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റ് ഇത് വേര് കുറവാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ വാഴനെ നമ്മൾ ജസ്റ്റ് ഒരു കൊള്ളി അപ്പുറത്തെ വാഴമൊക്കെ കെട്ടിയിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ മണ്ണ് സെറ്റാക്കും. അന്ന് തൽക്കാലം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കയറൊക്കെ കെട്ടിയെന്ന് വെച്ചാൽ ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകും. 4 ഭാഗത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ കൊള്ളിയാകുമ്പോൾ വെച്ചാൽ അങ്ങോട്ട് പോവില്ല, അങ്ങോട്ട് വലിയില്ല. അപ്പോൾ ആ ലെവലിൽ ജസ്റ്റ് ഇങ്ങനെ കെട്ടി വെച്ചാൽ ഇനി നമുക്ക് ഇവിടേക്ക് മണ്ണിറക്കാം. കൈക്കോട്ടൊക്കെ എടുത്ത് വന്നാണ്. അതുകൊണ്ട് ഇത് കൂണാണ് കേട്ടോ, ഒരു ടൈപ്പ് കൂണുണ്ട്, അതുകൊണ്ടില്ല. ഓക്കെ, കൂണ് അവിടെയൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇവിടെയൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ മണ്ണിറക്കണം. ഇപ്പോൾ കൈക്കോട്ട് എടുത്ത് വന്നാണ് മണ്ണിറക്കാൻ മതി. മണ്ണൊക്കെ കയറ്റി നല്ല ഉറപ്പിച്ച് കൊല്ലും കൂടി കെട്ടിയപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. പാട്ടൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ കൊള്ളിന്ന് അയക്കണം, 3-4 ദിവസം കഴിഞ്ഞിട്ട് അയക്കാം. അപ്പോൾ സെറ്റായി. ഇനി അപ്പുറത്തുള്ള വായങ്ങളൊക്കെ അതുപോലെ ചെയ്യണം. അതിന് മുന്നേ നമുക്ക് കുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കവുങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വീട്ടിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ തല പോയൊരു കവുങ്ങ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വെട്ടാന്ന് വെച്ച് വന്നാണ്. കോടാലി എടുത്തിട്ട് നേരെ 2-3 കൊത്തു കൊത്തിയിട്ട് നേരെ അത് തള്ളിയിട്ടിട്ടോ. പക്ഷേ നേരെ അത് പോയി വേണം അപ്പുറത്തെ വേറൊരു മരത്തിൽ തങ്ങി നിന്ന്. നമ്മളെ വിട്ടു കൊടുത്തില്ല. നമ്മൾ നേരെ അത് പിടിച്ചിട്ട് ഇങ്ങനെ ഈ സൈഡ് പിടിച്ച് വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മേലേക്ക് വരാതെ ഒരു സൈഡിൽ നിന്നിട്ട് വേണം വലിക്കാൻ. വലിച്ചിട്ട് നേരെ താഴെ ഇട്ട് പിന്നെ അതിൻ്റെ ഏകദേശം നമ്മൾ അളവ് നോക്കിയിട്ട് അളവിനനുസരിച്ച് നമ്മൾ വാള കൊണ്ട് ഇങ്ങനെ മുറിച്ച് ആ ഒരു പീസാക്കിയാണ്. പിന്നെ അതിങ്ങനെ നടു പൊളിച്ചിട്ട് 2 പീസാക്കണം. നല്ല സ്ട്രോങ് കവുങ്ങൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ സെൻറ്റർ മുറിച്ചിട്ട് കുത്തു കൊടുക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ കോടാലി എടുത്തിട്ട് നടു ഇങ്ങനെ പൊളിക്കുകയാണ്. അങ്ങനെ പൊളിച്ച ശേഷം അതെല്ലാം എടുത്ത് നമ്മൾ വാഴൻ്റെ അടുത്ത് വെച്ചിട്ട് അതിങ്ങനെ ക്രോസിൽ വെച്ചിട്ട് ഇങ്ങനെ കെട്ടാണ്. രണ്ടും കൂടി ഇങ്ങനെ ഒരു കത്രിക ലെവലിൽ ഇങ്ങനെ വെച്ചിട്ട് കെട്ടിയിട്ട് വേണം വാഴക്ക് കുത്തു കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾ വെച്ചത് റോബസ്റ്റ് ഇങ്ങനെ കുളച്ച് നിന്നതിന് അതിനാണ് ആദ്യം കുത്തു. അങ്ങനെ ചെരിഞ്ഞായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് വീഴാൻ ചാൻസ്. റോബസ്റ്റ് അത്യാവശ്യം നല്ല താഴ്ചയിൽ വരുന്ന കൊലയാണ്. അപ്പോൾ അതിന് കുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റോബസ്റ്റ് കായ്ക്കാൻ അത് കൊല ഇടാനായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അതിന് താഴെ അങ്ങനെ ചെരിവ് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ കുത്തിങ്ങനെ കൊടുത്തതാണ്. അത് കഴിഞ്ഞ് വലിയൊരു കുത്ത് കൊടുക്കണം. ഇതും കുലച്ചിട്ടില്ല, പക്ഷേ ഒരു ചെരിവ് കണ്ടപ്പോൾ സേപ്പർ സൈഡിനൊരു കുത്ത് കൊടുത്താണ്. കാറ്റിന് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ കൊലക്കാനായ വാഴ പോയാൽ പിന്നെ മുന്നോടിയായിട്ട് തന്നെ നമ്മളൊരു കുത്ത് കൊടുത്താണ്. ഒരു താൽക്കാലിക കുത്താണിത്. ഇനി കൊല വരുന്ന സൈഡിനനുസരിച്ച് കുത്താണ് കൊണ്ട് നമുക്ക് മാറ്റും. പിന്നുള്ളൊരു രസം എന്താണെന്ന് വെച്ചാൽ നല്ല വലിയ വാഴയാണ്. കൊല നോക്കി നേന്ത്രവാഴയാണിത്, ചെറിയ വാഴ. എന്ന് വെച്ചാൽ കന്ന് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴേ വലിയ കന്ന് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞതാണ്. ചെറിയ കന്ന് ഒഴിവാക്കേണ്ട, ചെറിയ എത്ര പോകുന്ന കന്ന് നമ്മൾ ജസ്റ്റ് എടുത്ത് വെച്ചാൽ അതേപോലെ തന്നെ അവിടെ തലക്കുള്ള വാഴ അതേപോലെ ചെറിയ കന്ന് വെച്ചായിരുന്നു. അതിൻ്റെ കൊല ഏകദേശം ആ ലെവലിലേക്കാണ് വരുന്നത്. കൊല വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ മാവിൻ്റെ കൊമ്പതായിട്ട് ഇങ്ങനെ കേട് വരുന്നുണ്ട്. അതായത് ചെറിയ കൊല. അതന്നെ വാഴകളുടെ ഇങ്ങനെ ഏകദേശം വാടിയ ഇലയൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ ഇവിടെ നിന്നും കട്ട് ചെയ്ത് മുന്നേ വീഡിയോ ചെയ്തിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഉണങ്ങുമ്പോൾ ചീഞ്ഞിട്ട് പൂയൊക്കെ വരും. ഇതിലിങ്ങനെ കട്ട് ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക. മാക്സിമം വാഴേൻ്റെ തണ്ടിങ്ങനെ വൃത്തിയായി കിടക്കുക. അപ്പോൾ അവിടെയൊക്കെ കട്ട് ചെയ്യാണ്ട് അതൊക്കെ നമുക്ക് കട്ട് ചെയ്യണം. പിന്നെ ഇത് തട്ടിലാക്കുന്നതെന്ന് പറഞ്ഞ വാഴയാണ്. ഇതിന് തട്ട ഉണ്ടാവില്ല. തട്ട പോയിട്ട് ഫുള്ള് കായായിട്ടുണ്ടോ. ഓക്കെ, ഫുൾ കായാണ്. ഇത് മറ്റുള്ള കൊലയൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ കുത്തനായിട്ട് നിൽക്കുന്ന കൊലയാണ്ടോ. തട്ടില്ലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ അതിന് നമ്മളൊരു താൽക്കാലിക കുത്തിങ്ങനെ കൊടുത്തിട്ടുണ്ട്, അഥവാ മഴ ചെയ്താൽ വീണാലോ എന്ന് വെച്ചിട്ട്. പിന്നെ നമ്മൾ നേന്ത്ര
ഇതിൻ്റെ എണ്ണിത്തണ്ട് എടുക്കാണ്ട് അന്ന് വെട്ടിയ കൊലയുടെ വാഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എണ്ണിത്തണ്ട് എടുക്കണം. അപ്പോൾ അത് വലുതായാണ് മുറിച്ചിടാം. കുറച്ച് ദിവസമായി കൊല വെട്ടിയിട്ട് എണ്ണിത്തണ്ട് കേട് നിർത്താനുള്ള നോക്കാം. എണ്ണിത്തണ്ട് കേടൊന്നും വന്നിട്ടില്ല. ലെയറിങ്ങനെ അടർത്തിയെടുക്കണം. നല്ല വെള്ളം ഇങ്ങനെ ഇറക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ട് വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ എണ്ണിത്തണ്ട് എടുത്തിട്ടോ വെട്ടി എണ്ണിത്തണ്ട് നേരെ വെട്ടി കൊണ്ടുപോകാം. അപ്പോൾ വാഴ വീട്ടിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. കൃഷി ആവണമെന്നില്ല, വീട്ടിൽ 2-3 വാഴ ഉള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാറ്റ് വന്നാലും വാഴ വീണ് പോകും. നല്ല കൊലയൊക്കെ വന്നിട്ടുള്ള വാഴയാണെങ്കിൽ നിർബന്ധമായും കുത്തു കൊടുക്കുക. കാരണം നമ്മൾ ജസ്റ്റ് ഒരു കുത്തു കൊടുത്താൽ ആ കൊല നമുക്ക് വെട്ടി കഴിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അത് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്ക്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.